തൃശ്ശൂരിൽ നിന്നും മൈസൂരിലേക്ക് പോകുന്ന KSRTCയുടെ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ മൈസൂർക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. സുൽത്താൻ ബത്തേരിയിലെ ഞങ്ങൾ ഏകദേശം 5:30 എത്തി. ഏകദേശം അവിടെ ഒരു 10-20 മിനിറ്റോളം ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടി വണ്ടി നിർത്തിയിടുകയുണ്ടായി. വേറൊരു കാരണം കൂടെ ഉണ്ട്. പരമാവധി 6 മണി കഴിഞ്ഞിട്ടാണ് KSRTCയുടെ സർവീസുകളെല്ലാം ഇപ്പോൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുകയുള്ളൂ. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡ് നാഷണൽ ഹൈവേ 766 അതിൽ മുത്തങ്ങ മുതൽ കർണാടകത്തിലേക്ക് ഏകദേശം 20 കിലോമീറ്റർ ഗുണ്ടൽപേട്ടിനടുത്ത് വരെയുള്ള ആ വനമേഖല രാത്രി 9 മുതൽ കാലത്ത് 6 മണി വരെ യാത്രാ നിരോധനം ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് നമുക്ക് അത്രയും സമയം നഷ്ടപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മിക്കവാറും ബസ്സുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് 6 മണിക്ക് ഇവിടെ കടന്നു പോകാൻ പാകത്തിനാണ്. ഒന്നുകിൽ 9 മണിക്ക് മുമ്പ് കടന്നു പോകണം, അത് കഴിഞ്ഞാൽ പിന്നെ 6 മണിക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലേക്ക് എത്തി. കുറച്ച് വാഹനങ്ങളൊക്കെ അവിടെ നിരനിരയായിട്ട് കിടപ്പുണ്ട്. ഈ ഒരു പാലം നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ കർണാടകത്തിലേക്ക് കിടക്കുകയാണ്. ഇതാണ് ഇവിടെ കേരളത്തിൻ്റെ കർണാടകത്തിൻ്റെ അതിർത്തി. ഈ ഒരു പാലമാണ്. അപ്പോൾ കർണാടകത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ ചെക്ക് പോസ്റ്റിൽ ചെറിയ ഒരു ടോള് 10-20 രൂപയുടെ ഒരു ടോള് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പിരിക്കുന്നതിനുള്ള ഒരു താമസമാണ് ഇവിടെ ചെറിയൊരു ക്യൂ വരാൻ കാരണം. അപ്പോൾ നമ്മളെ മുമ്പിൽ ഒരു പാഴ്സൽ ലോറിയാണ് കർണാടക രജിസ്ട്രേഷനുള്ള. മിക്കവാറും അതേപോലെ തന്നെ ഈ റോഡിൽ ഇടയ്ക്കിടയ്ക്ക് ഹമ്പുകളുണ്ട്. കാരണം ഈ റോഡിൽ ഒരുപാട് ആക്സിഡൻറ്റുകൾ ശരിക്കും ഇത് ക്രോസ് ചെയ്യുന്ന മൃഗങ്ങളിലാണ് അതിൽ ഇരകളാവാറ്. അപ്പോൾ അതുകൊണ്ട് ആ മൃഗങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് ഏകദേശം 100 മീറ്റർ, 200 മീറ്റർ, 500 മീറ്ററൊക്കെ അകലത്തിൽ ഹമ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ റോഡ് ഞാൻ പറഞ്ഞു ഏകദേശം 20 കിലോമീറ്ററോളം ഉണ്ട്. ഈ 20 കിലോമീറ്ററിലും ഇതുപോലെയുള്ള ഹമ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരിക്കൽ ഞാൻ ഈ വഴിക്ക് വരുന്ന സമയത്ത് ഒരു ആനക്കുട്ടി വണ്ടി ഇടിച്ച് കിടക്കുകയാണ്. അന്ന് ഈ ഹമ്പുകളൊന്നും ഇവിടെ ഇതുപോലെ വച്ചു തുടങ്ങിയിട്ടില്ല. ഏകദേശം ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇതുപോലെ ഒരു ഹമ്പുകളില്ല. ഈ ആനക്കുട്ടി വണ്ടി ലോറിയോ മറ്റോ ആയിരിക്കണം ഇടിച്ച് അതിൻ്റെ മസ്തകം താർന്ന നിലയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അതിൻ്റെ ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അതിലേക്ക് കടന്നു പോരുന്നത്. അപ്പോൾ ആ ഒരു ദൃശ്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുത്തങ്ങ വഴി നമ്മൾ കടന്നു പോകുമ്പോൾ ആ ഒരു ദൃശ്യം എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരാറുള്ളൊരു ദൃശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ ആവർത്തിക്കപ്പെടുകയും ആനകൾ ഏകദേശം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ ഇതുപോലെ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ് കർണാടക സർക്കാർ രാത്രി യാത്രാ നിരോധനം, എനിക്ക് തോന്നുന്നു ഇത് 2013-ലോ 2014-ലോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മുമ്പാണെന്ന് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. രാത്രി 9 മണി മുതൽ കാലത്തെ 6 മണി വരെയുള്ള ആ ഒരു സമയത്ത് എത്ര തിരക്കുണ്ടെങ്കിലും പോകണ്ട, അത് മൃഗങ്ങൾക്ക് വേണ്ടി അവരുടെ സ്വൈര്യവിഹാരത്തിന് വേണ്ടിയുള്ള ഒരു സമയമാണെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇങ്ങനൊരു രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യകാലത്ത് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ അതനുസരിച്ചാണ് ഇതിലെ കടന്നു പോകുന്ന എല്ലാ വാഹനങ്ങളും യാത്ര മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഞാൻ ഈ കടന്നു പോകുന്ന റോട്ടിൽ ഞാൻ കടന്നു വരുന്ന വഴിക്ക് മുത്തങ്ങയ്ക്ക് മുമ്പ് തന്നെ കുറച്ച് മാൻകൂട്ടങ്ങളെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു പാതി മയക്കത്തിലായതുകൊണ്ട് ആ സമയത്ത് എനിക്കത് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളെ കാണും, ആനകളെ കാണാമെന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ഞാൻ
ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ഒരു ഹൈവേ ശരിക്കും കോഴിക്കോട് നിന്നും കൊല്ലകൽ, കർണാടകത്തിലെ കൊല്ലകൽ എന്ന് പറഞ്ഞ സ്ഥലം വരെ പോകുന്ന ഒരു ഹൈവേ ആണ്. 272 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം. അതിൽ 115 കിലോമീറ്റർ മാത്രമാണ് കേരളത്തിലുള്ളൂ. 117 കിലോമീറ്റർ മാത്രമാണ് കേരളത്തിലുള്ളൂ. ബാക്കി ഭാഗം കർണാടകത്തിലാണ്. അതിൽ തന്നെ ഈ വരുന്ന 19 കിലോമീറ്റർ ഒരു ഇതേപോലെ തന്നെ ഒരു പ്രത്യേകതയുള്ള ഇങ്ങനെ ഒരു യാത്രാ നിരോധനവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹൈവേ ആണ്. അങ്ങനെ കുറേ പ്രത്യേകതകൾ ഇതുണ്ട്. ഏതായാലും ഇപ്പോൾ നമ്മൾ ആ 19 കിലോമീറ്റർ താണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് കർണാടകത്തിൻ്റെ ജനജീവിത പ്രദേശങ്ങളിലേക്ക് വണ്ടി എത്തിയിരിക്കുന്നു. ചെറിയ രീതിയിൽ സൂര്യൻ്റെ വെളിച്ചമൊക്കെ ശരിക്കും സൂര്യപ്രകാശമൊക്കെ റോഡിലേക്ക് അടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം മണി 6:30 6:45 ഓളം സമയമായിട്ടുണ്ട്. അപ്പോൾ കർണാടകത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇതൊക്കെയാണ് നമ്മൾ ആ കടന്നു പോകുന്ന വഴിയിലെ കാഴ്ചകൾ. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ, അതേപോലെ തമിഴ്നാട്ടിലെ പോലെ തന്നെ തെങ്ങ് ഇവിടെ ഒരു പ്രധാന വിളയാണ്. അതേപോലെ തന്നെ സൂര്യകാന്തി കർണാടകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് സൂര്യകാന്തി പൂക്കൾ എന്ന് പറഞ്ഞാൽ. അതുപോലെ മിക്കവാറും കരിമ്പ്, നെല്ല്, ഇതൊക്കെ ഈ പ്രദേശങ്ങളിൽ കൂടുതലായിട്ടും, പ്രത്യേകിച്ചും ഈ ഗുണ്ടൽപേട്ട് ഭാഗത്തു നിന്നാണ് നമ്മുടെ കേരളത്തിലേക്ക് വടിയേരിയകൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഈ ഗുണ്ടൽപേട്ട് പ്രദേശത്തു നിന്നാണ്. അങ്ങനെയുള്ള കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഏതായാലും ഗുണ്ടൽപേട്ടിലേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഇനിയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും വളരെ 2 ലൈനേ ഉള്ളെങ്കിൽ പോലും വളരെ മനോഹരമായിട്ടുള്ള ഒരു റോഡാണ്. നല്ല രീതിയിൽ കർണാടക, പ്രത്യേകിച്ചും റോഡുകളുടെ പരിപാലനം കർണാടക സർക്കാർ വളരെ നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട്. റോഡിന് ഇരുവശവും ഏതാണ്ട് നല്ല, നമ്മൾ നോക്കിയാൽ നോക്കത്തില്ലാത്ത അത്രയും ദൂരത്തിൽ കൃഷിയിടങ്ങളാണ്. അപ്പോൾ ഞാനിതൊക്കെ നോക്കി മൈസൂർ എത്തുന്നതും കാത്തിരിക്കുകയാണ്. ഈ കൃഷിയിടങ്ങളിലെ കാഴ്ചകൾ വളരെ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അതുപോലെ ഒരു ടോൾ ബൂത്ത്, നമ്മുടെ കേരളത്തിലെ പോലെയുള്ള താമസമൊന്നുമില്ല. ടോൾ ബൂത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ പാസ്സായി കടന്നു പോരുകയും ചെയ്തു. അപ്പോൾ ഗുണ്ടൽപേട്ട് എത്തുന്നതും കാത്ത് ഞാനിങ്ങനെ വണ്ടിയുടെ പുറത്തെ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്.